ഇംഗ്ലീഷ് ഫിലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വുഡാണ്. വുഡ് എന്ന് പറഞ്ഞാൽ മോഡൽ ഓക്സിലറി ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? മോഡൽ ഓക്സിലറി ആണ് വുഡ്. പക്ഷേ ആ ഒറ്റ മോഡൽ ഓക്സിലറി കൊണ്ട് നമുക്ക് ഒത്തിരി അധികം യൂസേജസ് ഉണ്ട്. അപ്പം നമ്മളിന്ന് വുഡിന്റെ 7 യൂസേജസ് നോക്കും. 7 യൂസേജസ് ഓഫ് വുഡ്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ യൂസേജ് എന്ന് പറഞ്ഞാൽ പൊളൈറ്റ് റിക്വസ്റ്റ് ഓർ ഓഫേഴ്സ്. പൊളൈറ്റ് റിക്വസ്റ്റ് ഓർ ഓഫേഴ്സ്. നമ്മൾ പൊളൈറ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യും. പിന്നെ ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും സഹായം നമ്മൾ കൊടുക്കാമെന്ന് പറയുക, സഹായം ചെയ്യാമെന്ന് പറയുക, അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് ഓഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പം റിക്വസ്റ്റും ഓഫറും കൊടുക്കുമ്പോൾ അത് പൊളൈറ്റ് ആയിട്ട് നമുക്ക് റിക്വസ്റ്റ് പലതരത്തിൽ ചെയ്യാം അല്ലേ? നമ്മുടെ കൊളീഗിനോട് റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ കൂട്ടുകാരോട് റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണോ, നമ്മൾ മുതിർന്നവരോട് റിക്വസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടോ സീനിയർ ഓഫീഷ്യൽസിനോടോ നമ്മൾ ചെയ്യുക അല്ല. അപ്പം അത് എങ്ങനെയാന്ന് നോക്കും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. നമ്മളൊരു ഗ്ലാസ് വാട്ടർ വളരെ ഭവ്യതയോടുകൂടി ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ചോദിക്കാൻ പറ്റും. വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇനി രണ്ടാമത് ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫർ എന്ന് പറഞ്ഞാൽ വുഡ് യു ലൈക്ക് സം കോഫി. നിങ്ങൾക്ക് കോഫി വേണമെന്ന് നമ്മൾ വളരെ എളിമയോടുകൂടി ചോദിക്കുന്നതാണ് വുഡ് യു ലൈക്ക് സം കോഫി അല്ലെങ്കിൽ ടീ നമുക്ക് ചോദിക്കാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇനി അടുത്ത് വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ പഠിക്കും. രണ്ടാമത്തെ കാര്യമോ, ടോക്കിംഗ് അബൌട്ട് ദ പാസ്റ്റ് ഹബിച്വൽ ആക്ഷൻസ്. ഹബിച്വൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പാസ്റ്റ് ഹബിച്വൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യം. പാസ്റ്റ് ഹബിച്വൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ, അതായത് നമ്മൾ ഭൂതകാലത്ത് നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? വുഡ് ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായോ? അതിനെന്താ പറയാ? വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് പ്ലേ ഔട്ട്സൈഡ് എവറി ഡേ എന്ന് നമുക്ക് പറയാൻ പറ്റും. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് പ്ലേ ഔട്ട്സൈഡ് എവറി ഡേ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്കൊരു യൂസ്ഡ് ടു എന്ന് പറഞ്ഞൊരു പ്രയോഗം കൂടെ ഉണ്ട് അല്ലേ? അതും നമുക്ക് അതിന്റെ ഡിഫറൻസ് നമ്മൾ വഴിയെ നമ്മൾ നോക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്താ? ഇമാജിനറി ഓർ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. ഇമാജിനറി ഓർ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇമാജിൻ ചെയ്യുവാണ്, അത് നടന്നിട്ടില്ല, നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അത് എങ്ങനെയാ പറയാ? ഇഫ് വെച്ചിട്ട് നമ്മൾ പറയും. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് പാസ് ദ എക്സാമിനേഷൻ. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് പാസ് ദ എക്സാമിനേഷൻ. ഇങ്ങനത്തെ സെന്റൻസ് നമ്മൾ പറയും അല്ലെ? ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് കണ്ടീഷൻസ് എന്ന് പറയും. ഇഫ് അല്ലെങ്കിൽ ഇഫ് ക്ലോസ് എന്ന് പറയും. ഇത് സെക്കൻഡ് കണ്ടീഷൻ വുഡ് ഉപയോഗിച്ചാണ് നമ്മൾ പറയുക. ഇനി നാലാമത്തത് ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്. ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ചെയ്യാൻ പോകുന്ന കാര്യം. അതായത് പാസ്റ്റിൽ നമ്മൾ മെനഞ്ഞാന്ന് നമ്മൾ പറയണം. മെനഞ്ഞാന്ന് പറഞ്ഞാൽ ഇന്നലെ, അതിന് മുന്നത്തെ ദിവസം അല്ലെ? മെനഞ്ഞാന്ന് ഡേ ബിഫോർ യെസ്റ്റർഡേ അല്ലെ? ഡേ ബിഫോർ യെസ്റ്റർഡേ. അത് നമ്മൾ മെനഞ്ഞാന്നത്തെ കാര്യം മെനഞ്ഞാന്ന് നമ്മൾ പറയുകയാണ് നാളെ. അതായത് ഇന്നലെ ഞാൻ പോകും എന്ന് പറയുവാണ്. അപ്പം മെനഞ്ഞാന്ന് നമ്മൾ പറയും ഐ വിൽ ഗോ എന്ന് പറയും. നമ്മൾ ഇന്ന് ആ കാര്യം വേറെ ആരോടെങ്കിലും പറയുവാണെങ്കിൽ ഐ സെഡ് ഐ വുഡ് ഗോ എന്ന് പറയണം. ഐ സെഡ് ഐ വുഡ് ഗോ. അതായത് പാസ്റ്റിലെ ഒരു കാര്യം ആ പാസ്റ്റിന്റെ സമയത്ത് നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യും എന്ന് പറഞ്ഞ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് നമുക്ക് വുഡ് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെ ഉപയോഗിക്കും? ഐ സെഡ് ഐ വുഡ് ഗോ. ഇപ്പൊ ഞാൻ പറയും നാളെ പോകുമെന്ന് പറയില്ല, ഐ വിൽ ഗോ എന്ന് ഇപ്പൊ പറയുവാണ്. എന്നിട്ട് ഞാൻ മറ്റന്നാൾ പറയുവാണെങ്കിൽ ഐ സെഡ് ഐ വുഡ് ഗോ എന്ന് പറഞ്ഞു നമ്മൾ പറയും. അത് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് അടുത്ത് വരുന്ന സ്ലൈഡുകളിൽ പഠിക്കാം. ഡിസയർ ഓർ പ്രിഫറൻസ്. ഞാനിത് ആദ്യം തന്നെ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ കണ്ട് സമയം കളയണ്ടല്ലോ. ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പിന്നെ വെറുതെ ഇരുന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടിട്ടാണ് ഞാനിത് പറയുന്നത്. ഡിസയർ ഓർ പ്രിഫറൻസ്. ഡിസയർ ഓർ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലേ? ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ. പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻഗണന. നമ്മൾ മുൻഗണന കൊടുക്കില്ലേ? അതാണ് ഡിസയർ ഓർ പ്രിഫറൻസസ്. നമ്മൾ എന്ത് പറയും? ഡിസയർ എന്ന് പറഞ്ഞാൽ ഐ വുഡ് ലൈക്ക് ടു ഗോ ഹോം. ഐ വുഡ് ലൈക്ക് ടു ഗോ ഹോം. എനിക്ക് വീട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാനൊരു കോമൺ സെന്റൻസ് പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിലോ പ്രിഫറൻസ് ആണെങ്കിൽ ഐ വുഡ് റാദർ സ്റ്റേ അറ്റ് ഹോം ദാൻ ഗോ ഔട്ട്. ഞാൻ പുറത്ത് പോകുന്നതിനെക്കാട്ടി വീട്ടിൽ സ്റ്റേ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്, പ്രിഫർ ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ താമസിക്കുന്നതിനാണ് മുൻഗണന കൊടുക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്
പ്രിഫറൻസ് പറയുന്നത്. മനസ്സിലായല്ലോ? ഐ വുഡ് ലൈക്കിന്റെ യൂസേജസ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ഒരാൾ പറഞ്ഞ കാര്യം അതേപടി പറയുന്നതിന് ഡയറക്റ്റ് സ്പീച്ച് എന്നും അതിനെ നമ്മളെ രീതിക്ക് പറയുന്നതിന് റിപ്പോർട്ട് സ്പീച്ച്. മൂന്നാമത് ഒരാളോട് പറയുന്നതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ എന്താ നമ്മള് ഷീ സെഡ് ഐ വിൽ ഹെൽപ്പ് യു. ഷീ സെഡ് ഐ വിൽ ഹെൽപ്പ് യു, ഡയറക്റ്റ് സ്പീച്ച്. അതിനെ റിപ്പോർട്ട് സ്പീച്ചിലോട്ട് എങ്ങനെയാക്കും? ഷീ സെഡ് ഷീ വുഡ് ഹെൽപ്പ് മീ, അല്ലെങ്കിൽ ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ഹെൽപ്പ് മീ എന്ന് പറയും. രണ്ടും കറക്റ്റ് ആണ്. ഇനി റെഫ്യൂസൽ ഓർ ഇൻസിസ്റ്റൻസ് ഇൻ ദ പാസ്റ്റ്. നമ്മൾ റെഫ്യൂസ് ചെയ്യും, ചില കാര്യങ്ങൾ നമ്മൾ നിഷേധിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ നിഷേധിക്കാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻസിസ്റ്റൻസ് ഇൻ ദ പാസ്റ്റിൽ ഇൻസിസ്റ്റൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ ഒരുപാട് നിർബന്ധിച്ചിട്ടും ചെയ്യത്തില്ല, അവർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? വുഡ് ഉപയോഗിക്കാൻ പറ്റും. വുഡ് എങ്ങനെ ഉപയോഗിക്കുന്നത്? ഹി വുഡൻ ലിസൺ ടു മീ. അതിനർത്ഥം എന്താ? ഹി വുഡൻ ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം, ഹബിച്വൽ ആയിട്ടാണ്. അതായത് ഒരുപാട് ഞാൻ നിർബന്ധിച്ചിട്ടും അവൻ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നതാണ് അർത്ഥം. ഹി ഡിഡിൻറ്റ് ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ല എന്ന്, അത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇങ്ങനെ ഹി വുഡൻ ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഒത്തിരി വട്ടം ഞാൻ എടുത്തു പറഞ്ഞിട്ടും കേട്ടില്ല എന്നുള്ളൊരർത്ഥമാണ് അതിന് വരുന്നത്. മനസ്സിലായോ? അപ്പം 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. പൊളൈറ്റ് റിക്വസ്റ്റ് ഓർ ഓഫേഴ്സ്. ഇതിനകത്ത് പൊളൈറ്റ് റിക്വസ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു, വുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ്. നമ്മളിപ്പോൾ ഒരാളോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ വളരെ എളിമയോടുകൂടി ചോദിക്കണം, അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ വുഡ് ഉപയോഗിക്കണം. വുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് എന്നും നമുക്ക് ചോദിക്കാം. അത് നമുക്ക് ഫ്രണ്ട്സിനോടെ ചോദിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് വളരെ എന്താ പറയുക, മുതിർന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ഒഫീഷ്യൽസിനോടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ് എന്നേ ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ആൾക്കാരോടാണെങ്കിൽ നമ്മൾ വുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ്. ഹെൽപ്പ് മീ വിത്ത് ദിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആ ദിസിന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. വുഡ് യു ഹെൽപ്പ് മീ ടു പ്ലേ, ഇനി എന്നെ കളിക്കാൻ സഹായിക്കുമോ, അല്ലേ? അല്ലെങ്കിൽ വുഡ് യു ഹെൽപ്പ് മീ ടു ക്യാരി ദിസ് ലഗേജ്, ഈ ലഗേജ് എടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന്. ഇനി വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ പെൻ, എനിക്കൊരു പേന തരുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അറിയാത്ത ഒരാളടുത്താണെങ്കിൽ ഒരു പേന തരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ പെൻ. ഇതിന് ആൻസർ എന്ത് പറയും? നോ പറയണം. കൊടുക്കുവാണെങ്കിൽ നോ എന്ന് പറയണം. അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാലാണ് ബുദ്ധിമുട്ടില്ല എന്ന് അർത്ഥം. യെസ് എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നാണ് അർത്ഥം. ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തരില്ല എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഞാൻ വേറൊരു ക്ലാസ്സിൽ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുക. വുഡ് യു ലൈക്ക് സം കോഫി. ഇതെന്താ? നമ്മൾ ഓഫർ കൊടുക്കുന്നത്. നമുക്ക് ലെറ്റ് us go for a coffee എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് ചായ കുടിക്കാൻ പോകുമ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ. പക്ഷേ ഇവിടെ വുഡ് യു ലൈക്ക് സം കോഫി, നമുക്ക് ആർക്കും ചായ മേടിച്ചു കൊടുക്കണമെങ്കിലോ കോഫി മേടിച്ചു കൊടുക്കണമെങ്കിലോ നമ്മൾ വുഡ് യു ലൈക്ക് സം കോഫി എന്ന് പറയും. ഐ വുഡ് ബി ഹാപ്പി ടു അസിസ്റ്റ് യു. ഐ വുഡ് ബി ഹാപ്പി ടു അസിസ്റ്റ് യു. മനസ്സിലായോ? എനിക്ക് നിങ്ങളെ സഹായിക്കുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ എന്ന്. ഇപ്പം വലിയ ഓഫീസറോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവരോട് ഐ വുഡ് ബി ഹാപ്പി ടു അസിസ്റ്റ് യു എന്ന് പറയാൻ പറ്റും. ഇനിയോ ടോക്കിംഗ് അബൌട്ട് ദ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുപയോഗിക്കാൻ പറ്റും? വുഡ് ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്ഥിരമായി ചെയ്യുന്ന, പാസ്റ്റിൽ നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് ഉപയോഗിക്കാൻ പറ്റും. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് പ്ലേ ഔട്ട്സൈഡ് എവറി ഡേ. കണ്ടോ? അതായത് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എല്ലാ ദിവസവും കളിക്കാറുണ്ടായിരുന്നു, പുറത്ത് കളിക്കാറുണ്ടായിരുന്നു. അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം. എന്നാൽ ഇപ്പൊ ചെയ്യുന്നില്ലെന്നാണ് അർത്ഥം. എവറി സൺഡേ വി വുഡ് വിസിറ്റ് അവർ ഗ്രാൻഡ് പാരൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങളെ ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ വിസിറ്റ് ചെയ്യുന്നില്ല. ഇതേ സ്ഥലത്ത് വുഡിന് പകരം യൂസ്ഡ് ടു ചേർത്താലും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ യൂസ്ഡ് ടു ചേർക്കുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് വുഡ് ചേർക്കാൻ പറ്റില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇപ്പം നിങ്ങൾ ഇത് ഓർത്താൽ മതി. നമുക്ക് വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് പ്ലേ ഔട്ട്സൈഡ് എവറി ഡേ. നമുക്ക് ഹാബിച്വൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ പറയുമ്പോൾ പാസ്റ്റിൽ ഹാബിച്വൽ ആയിട്ട് ചെയ്ത ഒരു കാര്യം, സ്ഥിരമായിട്ട് ചെയ്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ആക്ഷൻസ് പറയാൻ വേണ്ടി മാത്രമേ നമുക്ക് വുഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ?
ഇനി അടുത്ത കാര്യം, ഇമാജിനറി ഓർ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്. ഇമാജിനറി ഓർ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇമാജിനറി നടക്കാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഫ് ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ നമ്മൾ ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അല്ലേ, ഫസ്റ്റ് കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ. നമ്മൾ സെക്കൻഡ് കണ്ടീഷനിലാണ് വുഡ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് കണ്ടീഷനിൽ ഉപയോഗിക്കും, തേർഡ് കണ്ടീഷനിൽ ഉപയോഗിക്കും. മനസ്സിലായോ? ഇനി ഇഫ് ഹി സ്റ്റഡീഡ് ഹാർഡ് ഹി വുഡ് പാസ്. കണ്ടോ? ഇഫ് ഹി സ്റ്റഡീഡ് ഹാർഡ് ഹി വുഡ് പാസ്. ഇനി ഇഫ് ഐ വെയർ റിച്ച് ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. ഇഫ് ഐ വെയർ റിച്ച്, ഞാൻ പണക്കാരനായിരുന്നെങ്കിൽ ഞാൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചേനെ. എന്നാൽ ഞാൻ പണക്കാരനല്ല, അതുകൊണ്ട് ഈ ലോകം ചുറ്റി സഞ്ചരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഇഫ് ഹി സ്റ്റഡീഡ് ഹാർഡ് കണ്ടില്ലേ, അവിടെ ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് എന്ന് വന്നിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് പാസ്ഡ് എന്ന് വന്നേനെ കേട്ടോ. അത് ഹി വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ. അത് ഇഫ് ക്ലോസ് ഞാൻ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഫ് ക്ലോസിൽ പോയി കാണാവുന്നതാണ്. മനസ്സിലായോ? ഇവിടെ നമുക്ക് വുഡ് നമുക്ക് ഇവിടെയും ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇഫ് ഐ വെയർ റിച്ച്, ഇതാണ് മെയിൻ ആയിട്ടും ഇമാജിനറി. ഇഫ് ഐ വെയർ റിച്ച്, ഞാൻ പണക്കാരനല്ല, ഞാൻ പണക്കാരനായിരുന്നെങ്കിൽ ഐ വുഡ് ട്രാവൽ ദ വേൾഡ്, ഞാൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചേനെ എന്ന് നമ്മൾ പറയാം. ഞാൻ പണക്കാരനല്ല, അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. മനസ്സിലായല്ലോ? ഇഫ് ഷീ ഹാഡ് മോർ ടൈം ഷീ വുഡ് ബി ഹാപ്പിയർ. അവൾക്ക് കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ അവള് കുറച്ചും കൂടി സന്തോഷവതിയായേനെ. അത് ശരിക്കും ഇത് തന്നെയാണ്. ഏത്? സെക്കൻഡ് കണ്ടീഷനിലാണ്. ഇഫ് ക്ലോസിന്റെ സെക്കൻഡ് കണ്ടീഷനാണ്. ഇനി തേർഡ് കണ്ടീഷൻ ഞാൻ എഴുതിയിട്ടില്ല, അത് ഇഫ് ക്ലോസ് വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതി. ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്. ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് ഇതിലാണ്. ഇത് കുറച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ മെനഞ്ഞാന്ന്, ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് നിൽക്കുവാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുകയാണ്, മെനഞ്ഞാന്ന് പറയുന്ന കാര്യമാണ്, ഇന്നല്ല, മെനഞ്ഞാന്ന് പറയുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയണം ഐ വിൽ കം ടുമോറോ. മെനഞ്ഞാന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇന്ന് ആ കാര്യം പറയുകയാണെങ്കിൽ ഐ സെഡ് ഐ വുഡ് കം എന്ന് പറയണം. മനസ്സിലല്ലേ? ഇന്ന് നമ്മൾ പറയുവാണെങ്കിൽ അതേ കാര്യം ആ ഫ്രണ്ടിനോട് ഞാൻ പറയുകയാണെങ്കിൽ ഐ സെഡ് ഐ വുഡ് കം, ഞാൻ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് എന്ന് പറയുന്നത്. ഹി സെഡ് ഹി വുഡ് കോൾ മീ ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ പറഞ്ഞിരുന്നു എന്നെ വിളിക്കാമെന്ന് അവൻ പറഞ്ഞിരുന്നു. പാസ്റ്റില് ഫ്യൂച്ചറിലെ കാര്യം, അതായത് മെനഞ്ഞാന്ന് പറയാണ് നാളെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇന്ന് പറയുവാണ് ഹി സെഡ് ഹി വുഡ് കോൾ മീ ലേറ്റർ എന്ന് പറയുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അതായത് ഒന്നും കൂടി ഞാൻ പറയാം. ഞാനും എൻ്റെ ഫ്രണ്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുകയാണ്, ഫ്രണ്ടിനോട് ഇപ്പോൾ മെനഞ്ഞാന്നാണ് നോക്കുക, മെനഞ്ഞാന്ന് ഇപ്പോഴാണ് നോക്കുക. മെനഞ്ഞാന്ന് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് ഞാൻ അവനോട് പറയും നാളെ വരും, അതായത് ഇന്നലെ വരുമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അവനോട് പറയുന്നത് ഐ വിൽ കം എന്ന് പറയും. പക്ഷെ ഇന്ന് ഞാൻ ആ കാര്യം പറയുമ്പോൾ ഐ സെഡ് ഐ വുഡ് കം എന്ന് പറയും. മനസ്സിലായല്ലോ? ഹി സെഡ് ഹി വുഡ് കോൾ മീ ലേറ്റർ. ഇങ്ങനെ, അതായത് എന്നോ ഇന്നലെയോ മെനഞ്ഞാന്നോ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ വരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ നമ്മൾ ഈ സമയത്ത് അവനെ കണ്ടില്ല, അപ്പം ഞാൻ പറയുവാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ വന്നിട്ടില്ല, ഇന്നലെ തന്നെ. അപ്പം ആ ഫ്രണ്ടിന് പറയാൻ പറ്റും ഹി സെഡ് ഹി വിൽ കം, ഹി സെഡ് ഹി വുഡ് കം, വിൽ കം എന്ന് പറയില്ല, ഹി വുഡ് കം എന്ന് പറയാം. മനസ്സിലായോ? അങ്ങനെ പറയാം. ആ സന്ദർഭങ്ങൾ ഉപയോഗിക്കാനാണ് ഇത്. ഐ തോട്ട് ഇറ്റ് വുഡ് റെയിൻ. ഇപ്പം നമ്മൾ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്യുമെന്ന് വിചാരിച്ച് കുട എടുത്തോണ്ട് വന്നു. അപ്പം ഞാൻ കുട എടുത്തോണ്ട് വന്നു. അപ്പം എന്നോട് ചോദിക്കുവാണ് എന്തിനാ കുട എടുത്തോണ്ട് വന്നത്? അപ്പം ഞാൻ പറയും ഐ തോട്ട് ഇറ്റ് വുഡ് റെയിൻ, ഞാൻ മഴ പെയ്യും എന്ന് വിചാരിച്ച് എടുത്തോണ്ട് വന്നതാണ് അല്ലേ. അപ്പം ഞാൻ കുട എടുക്കുന്ന സമയത്ത് ഫ്യൂച്ചറിലെ കാര്യമാണ്, പക്ഷെ ഇപ്പം പാസ്റ്റ് ആയി. അപ്പൊ പാസ്റ്റിലെ ഫ്യൂച്ചർ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? വുഡ് ഉപയോഗിക്കാൻ പറ്റും. ഐ തോട്ട് ഇറ്റ് വുഡ് റെയിൻ. ഐ തോട്ട് യു വുഡ് ഗോ. ഐ തോട്ട് യു വുഡ് ഗോ. ഞാൻ വിചാരിച്ചു നീ പോകുമെന്ന്, അല്ലേ? എന്നാൽ നീ പോയില്ലായിരിക്കും, അല്ലെങ്കിൽ നീ പോകുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയാം. ഐ ടോൾഡ് ഹിം ഐ വുഡ് കം. ഞാൻ പറഞ്ഞില്ലേ ഐ ടോൾഡ് ഹിം ഐ വുഡ് കം. ഞാൻ അവനോട് പറഞ്ഞു ഞാൻ വരുമെന്ന് അവനോട് പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ മെനഞ്ഞാന്ന് പറയാണ്, ഞാൻ ഐ സെഡ് ഹിം ഐ വിൽ കം എന്ന് നമ്മൾ ഡയറക്റ്റ് സെന്റൻസിൽ പറയുന്നത് ഐ ടോൾഡ് ഹിം ഐ വുഡ് കം എന്ന് പറയാൻ പറ്റും. ഐ വുഡ് കം, അതായത് ഞാനിന്ന് മെനഞ്ഞാന്നോ ഇന്നലെയോ പറഞ്ഞ കാര്യമാണ്. ഞാൻ അവനോട് പറഞ്ഞു ഞാൻ വരുമെന്ന് പറഞ്ഞു എന്ന് ഞാൻ ഇന്ന് പറയുവാണ്. മനസ്സിലായല്ലോ? ഐ ടോൾഡ് ഹിം ഐ വുഡ് കം. അല്ലെങ്കിൽ നമ്മളിപ്പം വേറൊന്നും വേണ്ട, നമ്മൾ ഒരു 2-3 പേര് ഇവിടെ നിൽക്കുകയാണ്. ഞാൻ വരുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ വിളിക്കുവാണ് നിങ്ങൾ എന്താടാ എന്നെ കൊണ്ടുപോകാത്തതെന്ന്. അപ്പം പറയും നീ വരുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന്. അപ്പം ഞാൻ പറയും ഐ ടോൾഡ് ഹിം ഐ വുഡ് കം, ഞാൻ വരുമെന്ന് അവനോട് പറഞ്ഞിരുന്നതല്ലേ എന്ന് ഞാൻ പറയാം. അവനോടെന്ന് പറഞ്ഞാൽ ഐ ടോൾഡ് രാജു എന്നോ
എൻ്റെ ഫ്രണ്ടിന്റെ പേര് ഞാൻ പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേര്. ഐ ടോൾഡ് രാജു ഐ വുഡ് കം. ഞാൻ വരുമെന്ന് അവനോട് പറഞ്ഞതാണല്ലോ. മനസ്സിലായില്ലേ? ഈ സന്ദർഭങ്ങളിലാണ് ഇത് ഉപയോഗിക്കുക. ഇനി ഡിസയർ ഓർ പ്രിഫറൻസ്. ഡിസയർ ഓർ പ്രിഫറൻസ്. ഡിസയർ എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹം അല്ലേ? നല്ല ആഗ്രഹം. ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ അറ്റ് ഹോം. ഞാൻ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. ചിലർക്ക് എന്താ ഹോട്ടലിൽ താമസിക്കാനാണ് ഇഷ്ടം, ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ അറ്റ് ഹോം. ഇത് വളരെ ഫോർമലായിട്ട് നമ്മൾ ഐ വുഡ് ലൈക്ക് ടു സ്റ്റേറ്റ് എ ഫ്യൂ ലൈൻസ് ഫോർ യുവർ കൈൻഡ് കൺസിഡറേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലെറ്റർ എഴുതാറുണ്ട്. അങ്ങനെ വലിയ വലിയ സെന്റൻസ് എഴുതാത്ത എന്തിനാണെന്നറിയോ? നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം കുറച്ച് ചെറിയ ചെറിയ സെന്റൻസ് എഴുതിയാൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഐ വുഡ് ലൈക്ക് ടു സ്റ്റേറ്റ് എ ഫ്യൂ ലൈൻസ് ഫോർ യുവർ കൈൻഡ് കൺസിഡറേഷൻ. വലിയ വലിയ ഓഫീസേഴ്സിന്റെ ലെറ്റേഴ്സ് എഴുതുമ്പോൾ നമ്മൾ തുടങ്ങുന്ന ലൈനാണ് ഐ വുഡ് ലൈക്ക് ടു സ്റ്റേറ്റ് എ ഫ്യൂ ലൈൻസ് ഫോർ യുവർ കൈൻഡ് കൺസിഡറേഷൻ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അതിന് നമുക്ക് ഫോർമലായിട്ട് നമ്മൾ ആഗ്രഹം പറയാൻ വേണ്ടി, ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, പറയാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഐ വുഡ് ലൈക്ക് ടു എന്ന്. മനസ്സിലായല്ലോ? ഇനി ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് ഹോം. അതായത് ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നു, വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇത് ആഗ്രഹമാണ്, നമ്മുടെ ആഗ്രഹം. ഇനി പ്രിഫറൻസ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായി? മുൻഗണന കൊടുക്കാൻ വേണ്ടി. ഐ വുഡ് റേദർ സ്റ്റേ അറ്റ് ഹോം. ഐ വുഡ് റേദർ സ്റ്റേ അറ്റ് ഹോം ദാൻ ഗോ ഔട്ട്. ഞാൻ പുറത്തു പോകുന്നതിനെക്കാട്ടിലും വീട്ടിൽ നിൽക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു മുൻഗണന. എനിക്ക് വീട്ടിൽ നിൽക്കുന്നതിനാണ് എനിക്ക് കൂടുതൽ താല്പര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പം ഐ വുഡ് റാദർ എന്ന് പറഞ്ഞൊരു ഉപയോഗം വരും. പക്ഷേ ഇത് എക്സാംസിന് ചോദിക്കുന്നതാണ്. ഇവിടെ സ്റ്റേ, ഐ വുഡ് റാദർ ടു സ്റ്റേ എന്നും വരത്തില്ല, സ്റ്റേയിങ് എന്നും വരത്തില്ല. ഐ വുഡ് റാദർ സ്റ്റേ എന്നേ വരത്തുള്ളൂ. അടുത്ത സെന്റൻസ് കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യു വുഡ് റാദർ കൺസൾട്ട് എ ഡോക്ടർ. ഇതിൽ നിങ്ങൾ ഈ സെന്റൻസ് ഇങ്ങനെ കാണാതെ പഠിച്ചു വെച്ചാൽ അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓർമ്മ വരും. നിങ്ങൾ റൂൾസ് പഠിക്കാൻ നിൽക്കരുത്. റൂൾസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്, മറന്നു പോകും. അപ്പൊ നമ്മൾ ഈ ഒരു സെന്റൻസ് ഐ വുഡ് റാദർ സ്റ്റേ അറ്റ് ഹോം, അല്ലെങ്കിൽ യു വുഡ് റാദർ കൺസൾട്ട് എ ഡോക്ടർ. യു വുഡ് റാദർ കൺസൾട്ട് എ ഡോക്ടർ. നീ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നീ ആരെയും കാണിക്കാതിരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം കൺസൾട്ട് എന്നുള്ളത് എന്താ? V1 ആയിരിക്കും വരിക. യു വുഡ് റാദർ കഴിഞ്ഞിട്ട് V1 വരത്തുള്ളൂ. വുഡ് കഴിഞ്ഞിട്ട് എപ്പോഴും വെർബ് 1 വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ ഇത് നോക്കണ്ട. വുഡ് റാദർ കഴിഞ്ഞാലും വെർബ് 1 വരത്തുള്ളൂ. നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. യു വുഡ് റാദർ കൺസൾട്ട്. ഇത് മുൻഗണന കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. യു വുഡ് റാദർ കൺസൾട്ട് എ ഡോക്ടർ. ഇനി ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് സ്പീച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, റിപ്പോർട്ടർ സ്പീച്ചിൽ നമ്മൾ വുഡ് ഉപയോഗിക്കും. റിപ്പോർട്ട് സ്പീച്ചിൽ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? റിപ്പോർട്ട് സ്പീച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ സെഡ് ഐ വിൽ ഹെൽപ്പ് യു. ഷീ സെഡ് ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ എന്താ? അവള് പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാമെന്ന്, അല്ലെ? ഷീ സെഡ് ഐ വിൽ ഹെൽപ്പ് യു. ഇത് എന്നെ സഹായിക്കാമെന്ന് അവള് പറഞ്ഞു എന്ന് അവള് എന്നോട് പറഞ്ഞു. ഇത് അവൾ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ വേറൊരാളോട് പറയുവാണെങ്കിൽ, മൂന്നാമതൊരാളോട് പറയുവാണ്, ഇത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് നടന്ന കാര്യമാണ്. അവൾ എന്നോട് പറയുവാണ് ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് മൂന്നാമതൊരാളോട് പറയുവാണെങ്കിൽ എങ്ങനെ പറയും? ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ഹെൽപ്പ് മീ എന്ന് പറയണം, അല്ലേ? ഷീ സെഡ് ഷീ വുഡ് ഹെൽപ്പ് മീ എന്ന് പറയാം. ഷീ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞാലും തെറ്റില്ല, രണ്ടും പറയാം. ഷീ സെഡ് ഷീ വുഡ് ഹെൽപ്പ് മീ എന്ന് പറയാം. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ഹെൽപ്പ് മീ എന്നാണ് നമ്മൾ പഠിച്ചത്. രണ്ടും പറയാൻ പറ്റും. ഷീ സെഡ് ഷീ വുഡ് ഹെൽപ്പ് മീ. മനസ്സിലായല്ലോ? അതായത് അവൾ എന്നോട് പറഞ്ഞ, നമ്മൾ ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ എന്നോട് ഇപ്പം ഞാൻ ഒരു ഹെൽപ്പ് ചോദിക്കുവാണ്. അപ്പം അവൾ പറയുവാണ് ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറയും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ടിനെ കണ്ടപ്പം നിന്റെ പ്രോബ്ലംസ് എങ്ങനെയുണ്ട്, ഞാൻ വല്ലതും സഹായിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയണം ഒന്നും വേണ്ട, അവൾ സഹായിക്കാമെന്ന് പറഞ്ഞു എന്ന് ഞാൻ അവനോട് പറയണ്ടേ? അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് ഷീ സെഡ് ഷീ വുഡ് ഹെൽപ്പ് മീ എന്ന് പറയാം. ഇനി മൈ ഫാദർ സെഡ് ടു മീ ഐ വിൽ ഗോ. മൈ ഫാദർ സെഡ് ടു മീ ഐ വിൽ ഗോ. റിപ്പോർട്ടർ സ്പീച്ചും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണമെങ്കിൽ അത് നോക്കി പഠിക്കുക. മൈ ഫാദർ സെഡ് ടു മീ ഐ വിൽ ഗോ. ഇനി നമ്മൾ എങ്ങനെ പറയും? മൈ ഫാദർ ടോൾഡ് മീ ദാറ്റ് ഹീ വുഡ് ഗോ, അല്ലെ? എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞല്ലേ. വേറെ ആൾ പറയുമ്പോൾ എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു അദ്ദേഹം പോവാന്ന് പറഞ്ഞു. ഞാൻ പോവാന്ന് പറഞ്ഞാൽ ഞാനല്ലേ പോകുന്നത്, എൻ്റെ അച്ഛൻ പോവാമെന്ന് പറഞ്ഞു, അല്ലേ? മൈ ഫാദർ ടോൾഡ് മീ ദാറ്റ് ഹീ വുഡ് ഗോ. മനസ്സിലായല്ലോ? ഇത് റിപ്പോർട്ടർ സ്പീച്ച്. നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് വേറെ ടോപ്പിക്കാണ്, അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് പോയി പഠിക്കുക. ഇനി
റെഫ്യൂസൽ ഓർ ഇൻസിസ്റ്റൻസ് ഇൻ ദ പാസ്റ്റ്. നമ്മൾ റെഫ്യൂസ് ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് റെഫ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇൻസിസ്റ്റ് ചെയ്തിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വുഡ് ഉപയോഗിക്കാൻ പറ്റും. സോറി, ഹി വുഡൻ ലിസൺ ടു മീ. ഹി വുഡൻ ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, എന്നാൽ അവൻ എന്ത് ചെയ്തു? അവൻ മനസ്സിലാക്കിയില്ല. ഇതുവരെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയില്ല, അവൻ എൻ്റെ വാക്ക് കേട്ടതേ ഇല്ല എന്നതാണ് അതിനർത്ഥം. ഒരുപാട് നമ്മൾ ശ്രമിച്ചിട്ടും കേൾക്കാതെ വരുമ്പോഴാണ് ഹി വുഡൻ ലിസൺ ടു മീ എന്ന് പറയാ. അല്ലെങ്കിൽ ഹി ഡിഡൻ ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ല, ഒറ്റ അടിക്ക് തീർന്നു. ഹി ഡിഡൻ ലിസൺ ടു മീ. പക്ഷെ ഹി വുഡൻ ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഷി വുഡൻ സ്റ്റോപ്പ് ക്രൈയിങ്, അതായത് ഞാൻ അവളുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടും അവൾ കരച്ചിൽ നിർത്തിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഷി വുഡൻ സ്റ്റോപ്പ് ക്രൈയിങ് എന്ന് പറയാം. ഞാൻ ഒരുപാട്, ഇപ്പം നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്തിനാടാ നമ്മുടെ മോളോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കും, മോള് എന്താ ഇത്ര നേരം കരഞ്ഞെന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പം ഞാൻ ഒരുപാട് അവളെ കരച്ചിൽ നിർത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടും നടന്നില്ല എന്നുള്ള കാര്യം പറയാനാണ് ഷീ വുഡൻ സ്റ്റോപ്പ് ക്രൈയിങ് എന്ന് പറയാം. ഇനി ദ ഡോഗ് വുഡ് ബാർക്ക് ഓൾ നൈറ്റ്. പട്ടി രാത്രി മുഴുവൻ കുറച്ചുകൊണ്ടിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഓൾമോസ്റ്റ് നമുക്ക് ദ ഡോഗ് വുഡ് ബാർക്ക് ഓൾ നൈറ്റ് എന്ന് പറയുമ്പം ഇതൊരു ഹാബിച്വൽ ആക്ഷൻ വേണമെങ്കിൽ ആ രീതിക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വേണമെങ്കിലും എടുക്കാം, അല്ലാത്ത പക്ഷം രണ്ടാമത്തെ പക്ഷം ഇതെടുക്കാൻ പറ്റുന്നത് നമ്മൾ അതിന് ഒരു കുറയ്ക്കില്ലെന്ന് പറഞ്ഞിട്ടും കുറച്ചു എന്നുള്ളൊരർത്ഥം, അല്ലെങ്കിൽ അതിന്റെ ഓണർ കുറയ്ക്കില്ലെന്ന് പറഞ്ഞിട്ടും അത് കുറച്ചു എന്നുള്ളൊരർത്ഥമാണ് അവിടെ വരിക. ഇനി ദ കാർ വുഡൻ സ്റ്റാർട്ട് ദിസ് മോർണിംഗ്. ഇന്ന് മോർണിംഗ് ആയപ്പം ഞാൻ എത്ര ശ്രമിച്ചിട്ടും കാർ സ്റ്റാർട്ട് ആയില്ല, അതാണ് അതിനർത്ഥം. ദ കാർ വുഡൻ സ്റ്റാർട്ട് ദിസ് മോർണിംഗ്. നമ്മളിപ്പം ലേറ്റ് ആയി ഓഫീസിൽ ചെല്ലുവാണ്, അപ്പം നമ്മൾ ഓഫീസിനോട് പറയുവാണ് ദ കാർ ഡിഡൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കാർ സ്റ്റാർട്ട് ആയില്ല. കാർ സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഓക്കെ, നീ വേറൊരു വണ്ടി വിളിച്ച് വന്നേനെ. അപ്പം അതിന് കുറച്ച് സമയം ചെലവായി എന്ന് പറയുന്നതിന് വേണ്ടി ദ കാർ വുഡൻ സ്റ്റാർട്ട് ദിസ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, സ്റ്റാർട്ടാക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഓട്ടോ വിളിച്ചു അല്ലെങ്കിൽ വേറെ കാറിലൊക്കെ കയറി വന്നതുകൊണ്ടാണ് ലേറ്റ് ആയത്. മനസ്സിലായോ? അതാണ് ഇതിനർത്ഥം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നമ്മളിനി ഇതിൽ കുറച്ചും കൂടി നല്ല, ഞാൻ പറഞ്ഞു യൂസ്ഡ് ടു ആ കാര്യങ്ങൾ, പിന്നെ പാസ്റ്റ് ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് നമ്മൾ പഠിച്ചില്ലേ വുഡ് ഉപയോഗിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളും അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്ത് നല്ല എന്താ പറയുക ഹാബിച്വൽ ആക്ഷൻസ് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പഠിപ്പിക്കും അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ വീണ്ടും കാണാം. ഇന്നത്തെ ഇത്രയും മതി. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനത് മാക്സിമം ക്ലാരിഫൈ ചെയ്ത് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. പിന്നെ ഇനി ഇതിനെക്കാട്ടിയും കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ.